ഹായ് ഫ്രണ്ട്സ്, ഈ ആഴ്ച നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കപ്പെട്ട 2 പേര് ഋഷിയും ജാസ്മിനുമാണ്. ഇത് രണ്ടുപേരെയും അയച്ചത് ഒരു അൺഫെയർ ആയിട്ട് തോന്നി. കാരണം ഹോട്ടൽ ടാസ്കിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഹോട്ടൽ ടാസ്കിൽ HR ആയിരുന്നു ഋഷി. ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോ കാര്യങ്ങളും ഗസ്റ്റാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും പറയുമ്പോൾ അത് പവർ ടീമിനോട് പോയി ചോദിച്ചിരുന്നു. പവർ ടീമായിരുന്നു ഓണേഴ്സ്. അപ്പോൾ പോയി ചോദിച്ച് അവരുടെയും കൂടി ഒരു തീരുമാനം എടുത്തിട്ടാണ് പുള്ളിക്കാരൻ ഓരോന്നിനും ആൻസർ പറഞ്ഞത്. അതാണ് വീട്ടിലുള്ള മറ്റുള്ളവർ ഒരു തെറ്റായിട്ട് പറയുന്നത്. എല്ലാത്തിനും പോയി അവരോട് ചോദിക്കണോ എന്നാണ് ഇവർ പറയുന്നത്. ആ ഒരു ഇതിനാണ് ഋഷീനെ ഇവർ നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചത്. പക്ഷേ ഋഷി ചെയ്യേണ്ട കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്ത ആൾ ജാസ്മിനായിരുന്നു. ജാസ്മിനെ പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അത് പറഞ്ഞാൽ വേറെ ആരെയും നോമിനേറ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് റോബോട്ട് ആയൊരു ക്യാരക്ടറായിരുന്നു ജാസ്മിൻ ചെയ്തത്. അപ്പോൾ ആ സ്റ്റൗ ഓഫ് ചെയ്ത സംഭവത്തിലാണ് ജാസ്മിനെ റസ്മിൻ തല്ലി എന്നല്ല, അത് നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഋഷിയും ജാസ്മിനും ജയിലിൽ പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അപ്സരയുടെ ഒക്കെ ടീം, അപ്സര, നന്ദന, ശരണ്യ, സായി, ഇവർ 4 പേരുമായിരുന്നു ടാസ്കിൽ നിന്ന് പകുതി വെച്ച് നിർത്തിപ്പോയ ആൾക്കാർ. അവരിൽ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യാമായിരുന്നു, അതായിരുന്നു വേണ്ടത് എന്ന് എനിക്ക് തോന്നി.